ഇഫ്താർ റമദാന്റെ രണ്ടാം ദിവസം ഇന്ന് ഭംഗിയായി കഴിഞ്ഞു. ഇന്നലത്തെ അപേക്ഷിച്ച് ഏകദേശം 300 ആളുകൾ ഇന്ന് കൂടുതലായിട്ട് വന്നു. അപ്രതീക്ഷിതമായി കിട്ടിയ 250 ഫുഡ് ഉള്ളത് കൊണ്ട് മാത്രം ഒരു പരിധിവരെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റി. പക്ഷേ ഒരു 100 കിറ്റും കൂടി ഇന്ന് ആവശ്യമായിട്ടുണ്ടായിരുന്നു. നാളെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ പിന്നെ ഇതിലും കൂടുതൽ ആളുകൾ വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട നമ്മുടെ സഹപ്രവർത്തകരെല്ലാവരും നാളെ എത്തിച്ചേരുകയും കൂടുതൽ ഫുഡുകൾ അറേഞ്ച് ചെയ്യുന്നതിന് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കുകയും വേണം. ഇന്ന് റമദാൻ 2. ഈ മാതൃകാപരമായ പ്രവർത്തനം നമ്മൾ തുടങ്ങിയിട്ട് 4 വർഷമായി. തീർച്ചയായിട്ടും വളരെ ഓർഗനൈസ്ഡ് ആയിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇന്ന് ഖാൻ പറഞ്ഞ പോലെ തന്നെ ഒരു 100 ഫുഡിൻ്റെ കുറവ് ഉണ്ടായിട്ടുണ്ട്. അപ്രതീക്ഷിതമായിട്ട് ഒരു 250ഓളം ഫുഡ് നമുക്ക് വന്നു. എന്നിട്ടും 100 ഫുഡിൻ്റെ ലഭ്യത കുറവ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും ഓർഗനൈസ്ഡ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഫുഡിൻ്റെ കാര്യം കൂടെ എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാൻ. റമദാൻ കരീം. ഇന്ന് റമദാൻ നോമ്പ് 2 3 ഘട്ടങ്ങളായിട്ടാണ് നമ്മൾ നോമ്പിനെ തിരിച്ചേക്കുന്നത്. ആദ്യത്തെ 10, രണ്ടാമത്തെ 10, മൂന്നാമത്തെ 10. നമ്മളിപ്പോൾ ഉള്ളത് ആദ്യത്തെ 10ലാണ്. പാപമോചനത്തിൻ്റെ 10ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ഇവരെല്ലാം സൂചിപ്പിച്ച പോലെ നമ്മൾ ഇന്നലെ 700-800 ആൾക്കാർക്കാണ് കൊടുത്തത്. ഇന്ന് ഒരു 100 കിറ്റും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അത് വിപുലമായിട്ട് കൊടുക്കുക. എങ്കിലും തന്നെയും നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ എല്ലാവർക്കും ഫുഡ് കൊടുത്ത് തന്നെ ഉണ്ടായി. തീർച്ചയായിട്ടും നാളെ വെള്ളിയാഴ്ചയാണ്. ഈ ഇവിടെ നിൽക്കുന്നവർ അവരുടെ പരിചയത്തിലുള്ള ഏതെങ്കിലും ഓർഗനൈസേഷനോ കമ്പനികളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് ചേർന്നുകൊണ്ട് നാളെ കുറച്ചധികം ഫുഡുകൾ കൊണ്ടുവരണമെന്നും നമുക്ക് ഈ ഒരു ഇഫ്താർ കോഴ്സിനെ അത് വിപുലമായിട്ട് തന്നെ 30 നോമ്പ് വരെയും കൊണ്ടുപോകണം. അതിനെല്ലാവരും സഹകരിക്കണമെന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞുകൊണ്ട് റമദാൻ കുറേ കൂടെ ഊർജ്ജമായിട്ട് എല്ലാവരും കൂടെ ശ്രമിച്ചാൽ, ആൾക്ക് ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ 5 എണ്ണമെങ്കിലും ഓരോരുത്തരൂടെ ശ്രമിച്ചാൽ അത്രയും കൂടെ എല്ലാവരും നല്ല പ്രവർത്തിക്കുക, എല്ലാവരും വരിക. നമ്മുടെ ഇന്നത്തെ ഇഫ്താർ കോഴ്സിന് കുറച്ച് ഫുഡിൻ്റെ ആവശ്യം വളരെ കുറവായിരുന്നു. ഫുഡ് നമുക്ക് കുറേ പേർക്ക് കൊടുക്കാൻ പറ്റില്ല. നമുക്ക് വളരെ വേദനാകരമായ ഒരു ബുദ്ധിമുട്ടാണ് നമ്മളെല്ലാവരും നേരിട്ടത്. എന്നാലും അൽഹംദുലില്ലാ നാളെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ എത്തിച്ചിട്ടുണ്ട്. നാളെ അൽഹംദുലില്ലാ നമുക്ക് എല്ലാവരും ഒന്ന് സഹകരിച്ചിട്ട് എവിടെയെങ്കിലുമൊക്കെ ഫുഡ് മാക്സിമം അറേഞ്ച് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ഇതിലും നല്ല രീതിയിൽ, കാരണം നാളെ ഒരുപാട് ആൾക്കാരുണ്ടാവും, അവർക്ക് എല്ലാവർക്കും ഫുഡ് കൊടുക്കാൻ നമുക്ക് കഴിയും. ഇന്നലെ വന്നപ്പോഴത്തേക്ക് ആദ്യത്തെ ദിവസം നമ്മളെല്ലാവരെയും വളരെ സന്തോഷത്തോടുകൂടി ഒരുപാട് ഫുഡൊക്കെ കൊടുത്ത് സന്തോഷമായിട്ട് പറഞ്ഞു വെച്ചു. ഇന്ന് അതിന് കഴിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. നാളെ ഇപ്പോൾ വെള്ളിയാഴ്ചയാണ്, കൂടുതൽ ആൾക്കാർ വന്നേക്കാം. അപ്പം നമ്മൾ നാളെ കൂടുതലായിട്ട് കരുതലോടുകൂടി നമുക്ക് മാക്സിമം എല്ലാവരെയും സന്തോഷമാക്കി എല്ലാവർക്കും ഫുഡ് കൊടുത്ത് വിടാൻ കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇനിയുള്ള ദിവസങ്ങൾ എല്ലാവർക്കും നന്മയുടെയും സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ദിവസങ്ങൾ എല്ലാം നമ്മൾ ഇതുപോലെ തന്നെ ഒരുമിച്ച് എല്ലാവരുമായിട്ട് ചേർന്നിട്ട് ഇഫ്താർ വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന.